ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മൾ കാപ്പഡോക്കിയയിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നമ്മളുള്ളത് ടർക്കിയിലത്തെ തന്നെ ഡെൻസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പൊ ഇവിടെ നമ്മള് ഇന്നലെ വൈകുന്നേരം നമ്മൾ എത്തി. ഇന്ന് കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് ഒരു നല്ലൊരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പോവാ. പമുക്കല എന്നാണ് സ്ഥലത്തിന്റെ പേര്. നമ്മളൊക്കെ ഈ പോകുന്ന സ്ഥലം നമ്മൾ ഫോട്ടോസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നേരിട്ട് കാണാൻ പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയി അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ ഇപ്പൊ സമയം 12:30 ആയി. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് നേരം വൈകിയായിരുന്നു, മിഡ് നൈറ്റ് ആയി. അപ്പൊ അത് കാരണം കൊണ്ട് കുറച്ചധികം നേരം ഉറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമുക്ക് ഈ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു, പക്ഷെ നമ്മൾ കഴിച്ചില്ല. നേരം വൈകിട്ടാണ് എഴുന്നേറ്റത്. അപ്പോഴേക്കും ടൈം എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ആദ്യം പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് പമുക്കലയിലേക്ക് പോവാം. ബാ. നമ്മൾ ഇറങ്ങി കൂട്ടു. ഭയങ്കര വെയിലാട്ടോ അവിടെ. അത് കാരണം തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിരിക്കുക. എന്ത് ചൂട്, ഭയങ്കര ചൂട്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ അടിപൊളി ചൂടാട്ടോ. ഇവിടുത്തെ ബസ്സുകളൊക്കെ നോക്കി നല്ലതല്ലേ. അങ്ങോട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം നമ്മുടെ നാട് പോലൊക്കെ തന്നെ ഉണ്ടല്ലേ. നോക്കിയേ, കടകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ടൗൺ പോലെ ഇല്ലേ. എന്തൊരു ചൂടാ. പുറംപൊളിയാണ്. എന്താ അവര് വീണ്ടും പോകണ്ടല്ലോ. നമുക്ക് പോവാ. നോക്കടാ, വില കുറവാ. ശരിയാ. ഇതൊക്കെ മാർക്കറ്റ് അടിപൊളിയായിട്ടുണ്ട്. കിടക്കട്ടെ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടാ. ഇവിടെ നമ്മൾ കാപ്പഡോക്കിയനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫുഡിൻ്റെ ഇതിനൊക്കെ ഭയങ്കര വില കുറവാണ്. അവിടെ ഭയങ്കര വിലയായിരുന്നു. നമ്മുടെ ഏകദേശം ജർമ്മനിയിലത്തെ ഒക്കെ തന്നെ സെയിം, കുറച്ച് കൂടിയെങ്കിലുള്ളൂ ജർമ്മനിയെക്കാട്ടും. പക്ഷെ ഇവിടെ ഭയങ്കര വില കുറവാണ് കേട്ടോ ഫുഡിന്. അപ്പം നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പേരൊന്നും അറിയില്ല. പേരറിയോ? പീട, ചിക്കൻ പീട. അപ്പോൾ അതേ നമുക്ക് ആദ്യം തന്നെ അതെ മോരും വെള്ളം. ചൂടായ കാരണം നമ്മൾ മോരും വെള്ളമാണ് പറഞ്ഞത്. ഇവിടെ മോരും വെള്ളം ഭയങ്കര നമ്മുടെ ഹോട്ടലിലൊക്കെ ഇപ്പോൾ കയറുമ്പോൾ ഉണ്ടല്ലോ, ഹോട്ടലിലല്ല, നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിവിടെ മോരും വെള്ളമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോരും വെള്ളവും ഓർഡർ ചെയ്യാം. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങളല്ലാണ്ട് എക്സ്ട്രാ നമുക്ക് ഇതുപോലെയൊക്കെ കൊണ്ട് വയ്ക്കും കേട്ടോ അവർ. പ്ലസ് നമുക്ക് ബ്രെഡും കൊണ്ട് വയ്ക്കും. പിന്നെ അതിവിടെ പച്ചമുളക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിച്ച് ഇത് മാത്രം മതിയല്ലോ വയറെന്നറിയാൻ. അതെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഓർഡർ ചെയ്ത സംഭവം. പീഡേ, ചിക്കൻ പീഡേ. മീറ്റ് ആൻഡ് ചീസ്. ഇത് എങ്ങനെ ഇരിക്കുന്നു കേട്ടോ. കുട്ടൂസ് കൈ കൊണ്ട് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിച്ചോട്ടെ. അപ്പോൾ ട്രൈ ചെയ്യാൻ പോവാ. നല്ലതാണ്. പിസ്സ ആണോന്ന് ചോദിച്ചാൽ പിസ്സ അല്ല. എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചൂട്. നമ്മുടെ അടുത്ത ഐറ്റം വന്നു ലാം ഷിഷ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് എക്സ്ട്രാ ബ്രെഡ് എക്സ്ട്രാ ബ്രെഡ് തന്നിട്ടുണ്ട്.
ഇതിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആ ലാമ്പിൻ്റെ ഒക്കെ കറക്റ്റാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ മീറ്റിൻ്റെ ടേസ്റ്റ് അതങ്ങനെ വരുന്നുണ്ട്. അടുത്തത് നമ്മളൊരു സ്വീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്വീറ്റിൻ്റെ പേര് ഞാൻ വായിക്കാം. സ്വീറ്റിൻ്റെ പേര് ടെൽ ഖദൈഫ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ചേട്ടൻ ടെസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ചേട്ടൻ പറയും. നീ കഴിച്ചാ എങ്ങനെയുണ്ട് കൂട്ടു? അമ്പടാ, ഞാൻ കഴിച്ച കോട്ടെ കേട്ടാ. പുതിയ ഫോർക്ക് നീ എടുത്തോ. ഭയങ്കര മധുരം കേട്ടോ, നല്ലതാ. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ മധുരമുള്ളത് ഇഷ്ടമല്ല. അത് കാരണം കൊണ്ട് എനിക്കൊരു സ്പൂണൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അത്ര ഫുഡ് കഴിച്ചിട്ട് 3 മോരും വെള്ളം, പിന്നെ ഒരു സ്വീറ്റ്, പിന്നെ മറ്റേ ചിക്കൻ പീഡ, പിന്നെ ലാം ഷീഷ ഇതെല്ലാം കഴിച്ചു. പിന്നെ അവർ എക്സ്ട്രാ ബ്രെഡും പിന്നെ എന്തിട്ടാ തന്നേടാ സലാഡ് അത് ഇതൊക്കെ തന്നു. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾക്കെല്ലാം ചേർത്തിട്ട് 600 ലിറ, ടർക്കിഷ് ലിറ ആയിട്ടുള്ളൂ കേട്ടോ. 600. ഇന്നലെ നമ്മൾ കാപ്പഡോക്കിയയിൽ ഭക്ഷണം കഴിച്ചതിൽ ഒരു ഫുഡ് ഇതുപോലെ തന്നെ ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അതിന് മാത്രം 470 ടർക്കിഷ് ലിറ. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ അതിന് ടോട്ടലായത് 1700 ടർക്കിഷ് ലിറ ആയിരുന്നു. 1700. അതും പിന്നെ വേറൊരു ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അവിടെ എന്തൊരു വിലയാണെന്നറിയോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ നമുക്ക് കുറച്ചും കൂടി നല്ലത്. ഇനി ഇസ്താംബൂളിൽ ഇത്തിരി കൂടി കുറച്ചും കൂടി കുറവായിരിക്കും എന്ന് തോന്നണു അല്ലേ. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പമുക്കല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേട്ടാ. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലം ഏകദേശം 2500 വർഷങ്ങൾക്ക് മുന്നേ റോമൻ സാമ്രാജ്യത്തിൽ പെട്ടൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഹിറാപ്പുലീസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് ഇവിടെയൊക്കെ ഒന്ന് കാണാനും ആസ്വദിക്കാനും താല്പര്യം ഉണ്ടായിരിക്കും. എന്നെപ്പോലെ ഹിസ്റ്ററി താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊന്നും ഇഷ്ടാവില്ല കേട്ടോ. അപ്പോഴങ്ങനെ നമ്മൾ ഐസ്ക്രീം വേണ്ടേ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ഭയങ്കര ചൂടാട്ടോ. എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അതെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർത്തെഴുതപ്പെട്ട സംഭവങ്ങളാണ്. നോക്ക്, അതായത് വർഷങ്ങൾക്ക് മുന്നേ റോമൻസ് എല്ലാം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഹിറാപ്പോലിസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അത് കാണാനാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, തകർന്നടിഞ്ഞ പരിപാടികളെല്ലാം, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ അല്ലേ. പെട്ടെന്ന് നമ്മൾ ജർമ്മനിയിൽ നിന്ന് തണുപ്പല്ലേ, അവിടെ സമ്മർ എന്ന് പറഞ്ഞാലും പ്രാവശ്യം വലിയ കാര്യമായിട്ടുള്ള സമ്മറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് നമ്മളൊരു 35-38 ഡിഗ്രി വരെ ചൂടിലെത്തിയപ്പോഴേ പറ്റണില്ല. വിചാരിച്ച പോലെ നമുക്ക് നടക്കാൻ പറ്റണില്ല. എനിക്ക് വയ്യാണ്ടായിട്ട് ഇപ്പോഴേ വയ്യാണ്ടായി തുടങ്ങി. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകാം. അപ്പോൾ അത് ഈ കാണുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്. ഇത് മാത്രമാണ് ഇത്രയും വർഷമായിട്ട് ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്ടൊന്നും നിലനിൽക്കുന്നത്. നിങ്ങൾ ഈ സ്ഥലം പല സിനിമയിലും, പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ ചന്ദ്രമുഖിയിലൊക്കെ നിങ്ങൾക്ക് പാട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കാണാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് കേട്ടോ. ഇത് പണ്ട് കാലത്തെ ഇവരുടെ ഒരു ഓഡിറ്റോറിയം ആയിരുന്നു. ഈ സംഭവം കാണാൻ വേണ്ടി മാത്രമാണ് മെയിനായിട്ട് ഈ ഭാഗത്തേക്ക് ടൂറിസ്റ്റ് വരുന്നത്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ആ ഹിറാപ്പുലീസ് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വന്നിട്ട് ഇരിക്കുന്നത് ഒരു പൂളിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പൂളിൽ വരാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ വന്നത് ഈ ചൂട്ടത്തിൽ നടന്ന് വന്നതിനൊരു ഫലം വേണമല്ലോ. അപ്പം നമ്മളങ്ങനെ ഈ പൂളിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പൂള് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പൂളാണ് കേട്ടോ. ആൻറ്റിക് പൂൾ എന്നാണ് പറയുക. അതായത് നമ്മുടെ ക്ലിയോപാട്ര ഉണ്ടല്ലോ,
ക്ലിയോപാട്ര കുളിച്ചിരുന്ന പൂളാണിത്. അപ്പോൾ അത് അങ്ങനെ അവരങ്ങനെ നിലനിർത്തിക്കൊണ്ട് വരുന്നു. അപ്പോൾ കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വരാമെന്ന്, അപ്പോൾ ഇതിന് വരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നത്. ക്ലിയോപാട്ര കുളിച്ച പൂളിലൊക്കെ ഒന്ന് കുളിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഭയങ്കര ചൂടാട്ടോ. ഞങ്ങൾ അവിടെ പോയി നടന്ന് ഇവിടം വരെ എത്തുമ്പോഴേക്കും ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരുമാതിരി ചൂടെടുത്തിട്ടൊരു വെപ്രാളോ സമ്പർഭം അങ്ങനത്തെ ഒരു സംഭവം വരില്ല. അങ്ങനെ കണ്ണിൽ നിന്നൊക്കെ ഒരു പുക വരുന്ന പോലെ. അപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പൂളിലിറങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. കാറ്റുണ്ട്, പക്ഷേ ചൂട് കാറ്റാണ് വരണത്. അപ്പോൾ ഈ പൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പൂളിൽ കുറേ തരത്തിലുള്ള മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആ വാട്ടറിൽ എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ടും കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്തായാലും ഇവിടം വരെ വന്നല്ലോ, എന്നാൽ ഈ പൂളിലും കൂടി ഒന്ന് ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ചു. നാച്ചുറൽ തെർമൽ പൂളാണ്. ഞാനത് പറയാൻ മറന്നു പോയിട്ടാ. ഈ പൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നാച്ചുറൽ ആവാണ്ട് എങ്ങനെ ഇരിക്കുക, ഒടുക്കത് ചൂടാ. വിൻ്ററിലും അപ്പോൾ നമ്മളിത് ടിക്കറ്റ് വാങ്ങി. ഒരാൾക്ക് അഡൾട്ട്സിന് 200 ടർക്കിഷ് ലിറ, കുട്ടികൾക്ക് 100 ഹാഫ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പൂളിൽ പോവാം. ക്ലിയോപാട്രയുടെ അത്ര ഭംഗി വയ്ക്കാൻ നോക്കാമല്ലോ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ. അല്ലെങ്കിൽ അവൻ്റെ പറക്കുന്ന കളിക്കലത്തെ ബാസന്തി പോലെ ഇത്. അപ്പോൾ നമുക്കങ്ങനെ കുളിക്കാൻ പോവാം. ഇവിടെ അല്ലേ പിന്നെ ഈ സാധനം വാട്ടർ പ്രൂഫാണോ ആദ്യം? ഏത് സാധനം? ഈ സാധനം നല്ല ഭംഗിയുണ്ടല്ലോ കൂട്ടി കാണാൻ. കുറെ കല്ലൊക്കെ ഉണ്ട് നിൽക്കാൻ. കുറെ ആൾക്കാരുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഞാനും കുട്ടൂസും റെഡിയായി. വാ ഇനി സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. ഷവറിൽ എന്തിനാ പോണേ? അങ്ങനെയുണ്ടാടാ? അവിടെ കൊടുക്കാം, അത് തന്നെ പൊക്കോ, അവിടെ കൊടുക്കും. Can I come in? എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ. ഇറങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ചൂടുവെള്ളത്തിൽ തന്നെ, നമ്മൾ ചൂടുള്ള സമയത്ത് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ എങ്ങനെ അറിയില്ലല്ലോ, പക്ഷേ അത് അത്ര ചൂടുവെള്ളമല്ല, ഒരു തണുപ്പ് വിട്ട വെള്ളം. പിന്നെ കാറ്റ് വീശുമ്പോൾ നമുക്ക് ഇവിടെ
വെള്ളത്തിലിറങ്ങി കഴിഞ്ഞ് കാറ്റ് വീശുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ബോഡിയൊക്കെ ഒന്ന് എന്താ പറയുക, ബോഡിയുടെ ഹീറ്റൊക്കെ ഒന്ന് കുറച്ച് കൺട്രോളായിരുന്നു. ആ സമയത്ത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ചാടിയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഇത്തിരി വെയിൽ കുറവുണ്ട് കുറച്ച്, പക്ഷെ എന്നാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലിയോപാട്ര കുളിച്ച കുളത്തിൽ അങ്ങനെ കുളിച്ചു ഞാനും കുട്ടൂസും. ഭംഗി വെച്ചു, കുറച്ച് പൗഡർ അടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഭംഗി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമാണ് മെയിനായിട്ട് നമ്മൾ കാണാൻ വന്നിട്ടുള്ള സ്ഥലം. അത് നമ്മൾ ഫോട്ടോസിലൊക്കെ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കാണാനാണ് ആദ്യം നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ ഈ പമുക്കല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ വരാതെ പ്ലാൻ ചെയ്തേ. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് അങ്ങോട്ട് പോണത്. കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ച് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. അച്ചോ ഓക്കെ. പിന്നെ അതെ ഇപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഈ പ്ലേസ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. സൺസെറ്റ് പോയിന്റ്. ഇവിടെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാം, നല്ല അടിപൊളിയായിരിക്കും. അതെ അത് അവിടെ കൂട്ടു എത്തിയ സ്ഥലമെത്തി. ഷൂ കൈ പിടിക്കണം കേട്ടോ. വാ നോക്കിയടാ, എന്ത് ഭംഗിയാ നോക്കിയേ. ഇതേ നോക്ക്, ഇത് കാണാനാണ് നമ്മൾ വന്നത്.